السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسيم ميم. تلك آيات الكتاب المبين. نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇന്നു മുതൽ ഏതാനും ക്ലാസുകളിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഉലുൽ അസ്മുകളിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനെ മഹാന്മാരായ ആളുകളെ എണ്ണുന്ന കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഞ്ചാളുകളാണല്ലോ ഉലുൽ അസ്മുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, വല്ലാത്ത ദൃഢമനസ്കരായിരുന്ന ആളുകൾ എന്നറിയപ്പെടുന്ന മഹാന്മാരായ പ്രവാചകന്മാർ. 136ഓളം സ്ഥലത്ത് മൂസ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ സൂറത്തുൽ ബഖറയിലും അഅറാഫിലും ത്വാഹയിലും ഖസസിലുമൊക്കെ വളരെ നീണ്ട വിശദമായ വിവരണങ്ങളാണ് വന്നിട്ടുള്ളതെങ്കിൽ മറ്റു ധാരാളം അധ്യായങ്ങളിലൂടെ സംക്ഷിപ്തമായ നിലക്കും ആ മഹാനായ പ്രവാചകന്റെ ചരിത്രങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ വന്ന പിൽക്കാലഘട്ടത്തിലുണ്ടായ ഇമ്രാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകനായിക്കൊണ്ടാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത്. അതുകൊണ്ട് മൂസ ഇബ്നു ഇമ്രാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അക്കാലഘട്ടത്തിൽ അന്ന് അറിയപ്പെടുന്ന സമൂഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു സമൂഹത്തിലേക്കാണ് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്നത്. ബനു ഇസ്രായേല്യർ അഥവാ ഇസ്രായേൽ മക്കളിലേക്കാണ്
മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി അയക്കപ്പെടുന്നത്. അല്ലാഹു തആല ഇസ്രായേൽ മക്കളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ള ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുവീൻ. വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ, ലോകരെക്കാളെല്ലാം ഞാൻ നിങ്ങളെ ശ്രേഷ്ഠപ്പെടുത്തിയതും നിങ്ങൾ ഓർക്കണം. ലോകരെക്കാളെല്ലാം ശ്രേഷ്ഠമാണ് ഇസ്രായേൽ സമൂഹം എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ ഉണ്ടായ ജനങ്ങളെക്കാൾ ഏറ്റവും മെച്ചപ്പെട്ടവരായിരുന്നു ബനി ഇസ്രായേല്യർ എന്നാണ്. അതല്ലാതെ ലോകത്ത് വന്നുപോയ സമുദായങ്ങളിൽ എല്ലാവരെക്കാളും ശ്രേഷ്ഠരാണ് ഇസ്രായേൽ സന്തതികൾ എന്ന് മനസ്സിലാക്കരുത്. കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാണ്. ഇപ്പൊ പ്രവാചകന്മാരുടെ സമുദായങ്ങളിൽ ഏറെ ശ്രേഷ്ഠതയുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിനും സമുദായത്തിനുമാണ്. എന്നാൽ അന്ന് നിലവിലുണ്ടായിരുന്ന, അതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളിൽ ഏറെ ശ്രേഷ്ഠത നൽകപ്പെട്ട ഒരു സമുദായമായിരുന്നു ഇസ്രായേൽ മക്കൾ. അവരിലേക്കാണ് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി കൊണ്ട് നിയുക്തനായത്. ധാരാളക്കണക്കിന് പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും പീഡനങ്ങൾക്കുമൊക്കെ വിധേയനായ ഒരു മഹാനായ പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. സൂറത്തു ത്വാഹയിൽ അദ്ദേഹത്തോട് തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഫതന്നാക ഫുതൂന, ഒരുപാട് പരീക്ഷണങ്ങൾ നിന്നെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നീ കടന്നുപോയിട്ടുണ്ട് എന്ന് മഹാനായ മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞതായി സൂറത്തു ത്വാഹ 40-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മാത്രമല്ല, മഹാനായ പ്രവാചകന്റെ പ്രത്യേകത, ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ ഒരു രാജാവിന്റെ അടുത്തേക്കാണ് ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി കൊണ്ട് മഹാനായ മൂസ അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഞാനാണ് നിങ്ങളുടെ റബ്ബെന്നും ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുള്ളതായി എനിക്കറിവില്ലെന്നും അധികാരത്തിന്റെ ഏറ്റവും വലിയ നെഗളിപ്പിൽ സംസാരിച്ചവനായ സ്വേച്ഛാധിപതിയായ രാജാവായിരുന്നു ഫറോവ എന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ആ രാജാക്കന്മാരൊക്കെ. അതുകൊണ്ട് തന്നെ പ്രജാധിപത്യവും ജനാധിപത്യവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഘോഷിക്കപ്പെടുന്ന ഇക്കാലത്ത് പോലും പാവങ്ങളായ ആളുകളുടെ നേരെ ഉണ്ടാകുന്ന മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ നമുക്കിന്ന് ധാരാളമായി കേട്ടും വായിച്ചുമൊക്കെ അറിവുള്ളവരാണ്. എങ്കിൽ പിന്നെ കേവലം സ്വേച്ഛാധിപതിയായി അറിയപ്പെടുന്ന ഒരു ഫറോവ, അയാളുടെ ഏകാധിപത്യ ഭരണത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുമോ? പറയാനുണ്ടോ? അയാൾ ചെയ്യുന്ന അക്രമം എത്രയായിരിക്കും? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെന്റുകൾ പോലും അധികാരം കിട്ടിയാൽ പാവപ്പെട്ടവരായ ആളുകൾക്ക് നേരെ പീഡനങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ചൊരിയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ തികച്ചും ഏകാധിപതി എന്ന് സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി സംസാരിക്കുന്ന ഫറോവ പാവപ്പെട്ടവരായ ആളുകളെ എന്തുമാത്രം ദോഹിച്ചിരിക്കും, പീഡിപ്പിച്ചിരിക്കും, കഷ്ടപ്പെടുത്തിയിരിക്കും എന്നത് ചിന്തിക്കാവുന്നതേയുള്ളൂ. അത്രത്തോളം കഠോരമായ പീഡനങ്ങൾക്ക് തന്റെ രാജ്യത്തുള്ള പാവപ്പെട്ടവരെ വിധേയനാക്കിയ ക്രൂരനും അധർമ്മകാരിയുമായ ഏറ്റവും വലിയ നീചനായ ഒരു ഭരണാധികാരിയായിരുന്നു ഫറോവ കുടുംബത്തിൽപ്പെട്ട ആ കാലഘട്ടത്തിൽ ജീവിച്ച ഭരണാധികാരി. ഈജിപ്തിലെ ഭരണം കൈയാളുന്ന ആളുകൾക്ക് പറയപ്പെടുന്ന ഭരണകൂടത്തിന്, അതല്ലെങ്കിൽ ആ രാജവംശത്തിന്, അതിൽ അധികാരം കൈയാളുന്ന ആളുകൾക്കൊക്കെ പറയപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിറഔൻ. ഫിറഔൻ ഒരാളുടെ പേരാണ് നമ്മൾ വിചാരിക്കേണ്ട. ആ കാലഘട്ടത്തിൽ ആരാണോ ഭരിക്കുന്നത് അയാളാണ് അന്നത്തെ ഫിറഔൻ. അന്നത്തെ ഫിറഔൻ അയാളാണ്. അങ്ങനെ ഓരോ രാജകുടുംബത്തിനുള്ള പേരാണ്. അതിൽപ്പെട്ട അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റംസീസ് രണ്ടാമൻ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് ചരിത്രത്തിൽ ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും ഈജിപ്ത് ഭരിച്ചിരുന്ന അക്രമിയായ ഭരണാധികാരി, ഈജിപ്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെ
മുൻഗാമികളായി താമസിച്ചിരുന്നത് ഖിബ്തി വിഭാഗത്തിൽപ്പെട്ടവരാണ്. കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഈജിപ്തിലെ പൂർവകാല താമസക്കാർ. അവിടേക്ക് പിന്നീട് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ഭക്ഷണം വാങ്ങാൻ വേണ്ടി തന്റെ പിതാവും തന്റെ സഹോദരങ്ങൾ എത്തിയപ്പോ പിന്നീട് പിതാവും സഹോദരങ്ങളുമൊക്കെ അഥവാ യാക്കൂബ് അലൈഹിസ്സലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്രായീൽ എന്ന പ്രവാചകൻ, ആ പ്രവാചകനും 12 മക്കളും വീണ്ടും ഈജിപ്തിൽ പിന്നീട് ഈജിപ്തിൽ വന്ന് സ്ഥിരതാമസമാക്കി ഈജിപ്തിലേക്ക് അവർ കുടിയേറി പാർത്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈജിപ്തിലേക്ക് പിന്നീട് അവർ കടന്നു വന്നവരാണ്. അങ്ങനെ ഈജിപ്തിന്റെ പൂർവവാസികളായ ഖിബ്തികളും പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും യാക്കൂബ് അലൈഹിസ്സലാമിന്റെയും കാലഘട്ടത്തിൽ കടന്നു വന്നിട്ടുള്ള ബനൂ ഇസ്രായേലരുമാണ് ഈജിപ്തിലുണ്ടായിരുന്ന താമസക്കാർ. എന്നാൽ പിൽക്കാലത്ത് അവരിൽ യൂസുഫ് അലൈഹിസ്സലാം പഠിപ്പിച്ച ആശയത്തിൽ നിന്നും യാക്കൂബ് അലൈഹിസ്സലാം പഠിപ്പിച്ച ആശയത്തിൽ നിന്നുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി. തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയി ഇസ്രായേൽ മക്കൾ. അവരിൽ അധർമ്മങ്ങളും അരാജകത്വങ്ങളും കൊടികുത്തി വാണു. ഒരുപാട് രൂപത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് അവരും വിധേയരായപ്പോ കൊടുത്തു അവർക്കും അല്ലാഹു ശിക്ഷ. അവരുടെ മേൽ ക്രൂരതകൾ ചൊരിയുന്ന ഭരണാധികാരിയെ അല്ലാഹു നിശ്ചയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അള്ളാഹുവിന്റെ നിയമം വിട്ട് കളിക്കുമ്പോ ക്രൂരരായ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയതാണ്. അതേപോലെ ഇസ്രായേൽ മക്കൾ യൂസുഫ് അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും ഒക്കെ പഠിപ്പിച്ച യഥാർത്ഥമായ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഈജിപ്തിൽ അവരുടെ പിൻതലമുറ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലേക്ക് ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അക്രമിയായ ഭരണാധികാരിയെ കൊടുത്തുകൊണ്ട് തന്നെ അള്ളാഹു അവർക്കൊരു ശിക്ഷ നൽകി എന്ന് വേണം പറയാൻ. അങ്ങനെ ഈജിപ്തിലെ പൂർവ്വനിവാസികളായ ഖിബ്തികൾ അവരായിരുന്നു അവിടുത്തെ ഭരണകക്ഷി. അവർക്കാണ് ഭരണം കിട്ടിയത്. ആ ഖിബ്തികളാണ് പിന്നെ ബനൂ ഇസ്രായേലരുടെ മേൽ അധികാരം വാണത്. അങ്ങനെ ബനൂ ഇസ്രായേലരെ അവർ അടിമകളാക്കി വെച്ചു. മൃഗങ്ങൾക്കുള്ള സ്ഥാനം പോലും കൊടുത്തില്ല. ഇന്നും ഈജിപ്തിന്റെ ചരിത്രഭൂമികളിലൂടെ നമ്മൾ കടന്നുപോയാൽ തലയുയർത്തി നിൽക്കുന്ന ധാരാളക്കണക്കിന് മീറ്ററുകളോളം ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഭീമാകാരങ്ങളായ പിരമിഡുകൾ കാണാൻ സാധിക്കും. ആ പിരമിഡുകൾ പടുത്തുയർത്താൻ ഉപയോഗിച്ച ഒരു കല്ല് പോലും ഇന്നത്തെ നമ്മുടെ ആധുനിക യന്ത്ര സംവിധാനങ്ങൾക്ക് പൊക്കാൻ കഴിയാത്തത്ര വല്ലാത്ത ഒരു വലുപ്പവും ഒക്കെ നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നുവെങ്കിൽ അത്രയും വലിയ ഉയരങ്ങളിലേക്ക് അത്രയും ഭാരമുള്ള കല്ലുകൾ കയറ്റിയത് പാവപ്പെട്ടവരായ പീഡിതരായ ഇസ്രായേൽ മക്കളുടെ മുതുകുകളിൽ വെച്ച് കെട്ടിയിട്ട് അവരെ അടിച്ച് നടത്തിച്ച് ഒരുപാട് ആളുകൾ അതിന്റെ ഇടക്ക് വീണ് മരിച്ചു പോകും. കുറെ ആളുകൾ തളർന്നുകൊണ്ട് വീഴും ചാട്ടവാറുകൊണ്ട് അടിച്ച് പിന്നെയും എഴുന്നേൽപ്പിച്ച് ഏറ്റവും കൂടുതൽ ഭാരം ചുമപ്പിക്കുന്ന കഴുതകളെക്കാൾ പോലും നിഷ്ഠൂരമായി ഒരു സമൂഹത്തെ കൊണ്ട് പെരുമാറിയിട്ട് ക്രൂരമായി തന്റെ അധികാര സാമ്രാജ്യത്തിന്റെ അടിത്തറകൾ പാവുകയും ആ രൂപത്തിലുള്ള അധികാര സോപാനങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്തവനായിരുന്നു ഈജിപ്തിലെ ഫറവോൻ. ആ സമൂഹം ഏറ്റവും കൂടുതൽ അക്രമത്തിന് വിധേയരാക്കിയത് ഇസ്രായേൽ സന്തതികളെയായിരുന്നു ഖിബ്തികൾ. ഖിബ്തികളിൽപ്പെട്ടയാളായിരുന്നു ഫറോവ. അതുകൊണ്ട് കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ഖിബ്തികളായ ആളുകൾ അധികാരം വാണിരുന്ന ഈജിപ്തിൽ കേവലം അടിമകളെ പോലെ അല്ല, പട്ടികൾക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും കഴുതകൾക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും കൊടുക്കാതെ നിഷ്ഠൂരമായി അടിച്ചൊതുക്കി മർദ്ദിച്ച് പീഡിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മക്കളുമായിട്ട് ഫറോവയും അവന്റേതായ പട്ടാളങ്ങളും പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിയോഗം. ആ കാലഘട്ടത്തിലാണ് മഹാനവറുകളുടെ ജനനം നടക്കുന്നത്. മാത്രമല്ല ബനൂ ഇസ്രായേലരുടെ വംശവർദ്ധനവ് ഖിബ്തികളെ അസ്വസ്ഥരാക്കിയിരുന്നു. ബനൂ ഇസ്രായേലർ ഇങ്ങനെ നാൾക്കുനാൾ ഇവിടെ പെറ്റുപെരുകുന്നുണ്ട് ഈജിപ്തിൽ എന്ന് അവിടെയുള്ള മുൻകാല താമസക്കാരായ ഖിബ്തികൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. അവർക്കതിൽ അസൂയയുണ്ടായിരുന്നു. മാത്രമല്ല ഇവരുടെ വംശവർദ്ധനവ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ തങ്ങളുടെ അധികാര പീഠത്തിന്റെ അടിത്തറ ഇളകും, ഭരണം അവർ കൈക്കലാക്കും, നാം സ്ഥാനഭ്രഷ്ടരാക്കപ്പെടും. അതുകൊണ്ട് ബനൂ ഇസ്രായേലർ രാജ്യത്തിന്റെ ഭരണാധികാരം കൈയാളും എന്ന് അവരുടെ ചർച്ചകൾക്കിടയിൽ ഉരുത്തിരിഞ്ഞു വന്നപ്പോ ഫറവോൻ അവന്റെ കൊട്ടാരത്തിലെ
അവന്റെ ഉന്നതരായ സഭയെ വിളിച്ചുകൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ നില മുന്നോട്ട് പോയാൽ ഈ രാജ്യത്തെ ഇസ്രായേൽ മക്കളുടേതായ വംശവർദ്ധനവുണ്ടായിട്ട് അവര് നമ്മെ ഭരിക്കുന്ന ഒരു കാലം വിദൂരമല്ല. അതുകൊണ്ട് നമ്മൾ ഒരു തീരുമാനമെടുക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് ആ തീരുമാനം? ആണുങ്ങളാണല്ലോ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ പോവുക. അതുകൊണ്ട് ഇവിടെ ജനിക്കാൻ പോകുന്ന ആൺകുട്ടികളെയൊക്കെ ഏതൊരു പെണ്ണ് ഗർഭിണിയായോ ആ ഗർഭത്തിന്റെ കാലാവധി തികഞ്ഞു പ്രസവം പൂർത്തിയാകുമ്പോൾ നമ്മുടെ പട്ടാളക്കാര് പോയി അന്വേഷിക്കുകയും ആൺകുട്ടികളാണെങ്കിൽ ഉടനെ തന്നെ കൊന്നുകളയണമെന്നും പെൺകുട്ടികളാണെങ്കിൽ മാത്രം ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യണം എന്ന തിട്ടൂരം എന്ന ഓർഡർ ഫറോവയുടെ കൊട്ടാരത്തിൽ തന്റെ സിൽബന്ദികളും പ്രമാണികളുമായി പങ്കുവെച്ചപ്പോ മറുത്തൊരഭിപ്രായം പറയാൻ ആർക്കും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം സ്വേച്ഛാധിപതിയായിരുന്നു ഫറോവ. അങ്ങനെ അവൻ ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി അവൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ഈ സമൂഹത്തെ പീഡിപ്പിച്ച ഫറോവയെ പറ്റി അല്ലാഹു പറയുന്നുണ്ട് സൂറത്തു ഖസസിലെ ആദ്യ ഭാഗം മുതൽ. ത്വാസീം മീം തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. ഇതായി പറയാൻ പോകുന്ന ഒരു സുവ്യക്തമായ വേദഗ്രന്ഥത്തിലെ ആയത്തുകളാണ്. ആ ആമുഖം പറഞ്ഞിട്ട് മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം തുടങ്ങുകയാണ്. നത്ലൂ അലൈക മിൻ നബഇ മൂസ വഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ. അല്ലാഹു പറയുന്നു, നത്ലൂ അലൈക, നബിയെ താങ്കൾക്ക് ഞാനിതാ ഓതിക്കേൾപ്പിച്ചു തരുന്നു, താങ്കൾക്ക് ഞാൻ ഇതാ ഓതിക്കേൾപ്പിച്ചു തരുന്നു. മിൻ നബഇ മൂസ വഫിർഔന ബിൽ ഹഖ്, മൂസയുടെയും ഫിർഔനിന്റെയും വാർത്തകൾ സത്യമായ നിലക്ക് ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതയ്ക്ക് വേണ്ടി സത്യമായ നിലക്കിതാ മൂസയുടെയും ഫറോവയുടെയും വാർത്ത നിനക്ക് നാം ഓതിത്തരുന്നു. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ, നിശ്ചയമായും ഫിർഔൻ അലാ ഫിൽ അർളി, അവൻ ഭൂമിയിൽ ഔന്നത്യം നടിച്ചു. ഫിറഔൻ ഭൂമിയിൽ ഔന്നത്യം നടിച്ചു, അവൻ ഉലുവ്, അവൻ ഉന്നതത്വം നടിച്ചു. വജഅല അഹ്ലഹാ ശിയഅ, അവിടെയുണ്ടായിരുന്ന ആളുകളെ അവൻ പല ഗ്രൂപ്പുകളാക്കി മാറ്റി, അവിടുത്തെ ജനങ്ങളെ അവൻ വിവിധ തട്ടുകളിലാക്കി മാറ്റി. യസ്തദഇഫു ത്വായിഫതം മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗത്തെ അവൻ ബലഹീനമാക്കിക്കൊണ്ടിരുന്നു, അവരെ അടിച്ചൊതുക്കിക്കൊണ്ടിരുന്നു, അവരെ ബലഹീനമാക്കിയിരുന്നു. ഏത് നിലക്ക്? യുദബ്ബിഹു അബ്നാഅഹും, അവരിലെ ആൺകുട്ടികളെ അവൻ അറുകൊല നടത്തിയിരുന്നു. വയസ്തഹീ നിസാഅഹും, അവരിലെ പെൺകുട്ടികളെ അവൻ ജീവിക്കാൻ വിടുകയും ചെയ്തിരുന്നു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, നിശ്ചയമായും അവൻ കുഴപ്പക്കാരിൽപ്പെട്ടവൻ തന്നെയായിരുന്നു. ഫിർഔനിന്റെയും അവന്റെ സ്വേച്ഛാധിപത്യത്തെയും അവന്റെ നിഷ്ഠൂരമായ മർദ്ദനാ സ്വഭാവ രീതികളെയും അള്ളാഹു ഇവിടെ എടുത്തു പറയുകയാണ്. ഈ ഒരവസ്ഥ തുടർന്നപ്പോൾ, ഈ ഒരവസ്ഥ ഇങ്ങനെ തുടർന്നപ്പോ അവർക്കിടയിൽ വേറൊരു അഭിപ്രായം വന്നു എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. ഉണ്ടാകുന്ന കുട്ടികളൊക്കെ കൊല്ലാൻ തുടങ്ങി, ആൺകുട്ടികളൊക്കെ കൊല്ലാൻ തുടങ്ങി, പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക? അതുവരെ നിലവിലുണ്ടായിരുന്ന ബനൂ ഇസ്രായേലിൽപ്പെട്ട മുതിർന്ന പ്രായമുള്ള ആളുകൾ അവരിങ്ങനെ പ്രായമായി മരിച്ചു പോവുകയാണ്. പിന്നെ ചെറുപ്പക്കാരും ഉണ്ടാവണില്ല, കൊല്ലും ചെയ്യണം. അപ്പൊ ഇവർക്കൊരു വിഷമം തോന്നി. അതെന്താ? ഇങ്ങനെ പോയാൽ നമുക്ക് ആരാ അടിമപ്പണി എടുക്കാൻ കിട്ടുക? ഇനി അടിമപ്പണി എടുക്കാൻ ആരെ കിട്ടും? തല്ലാനും ദ്രോഹിക്കാനും പീഡിപ്പിക്കാനും കൈതകളേക്കാൾ മോശമായി നിഷ്ഠൂരമായി പെരുമാറാനും ഒക്കെ ഒരു ഗ്രൂപ്പ് വേണമല്ലോ. എല്ലാരെയും കൊന്നു തീർത്താ പിന്നെ നടക്കൂലല്ലോ. അവര് മുഷാവറ കൂടിയപ്പോ അവരിൽ അഭിപ്രായം വന്നു, എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ? എല്ലാ കൊല്ലം കൊല്ലണ്ട, ഒരു കൊല്ലം കൊന്നാൽ ഒരു കൊല്ലം കൊല്ലണ്ട, അടുത്ത കൊല്ലം കൊല്ല. അങ്ങനെ ഒന്നിടവിട്ട കൊല്ലത്തിൽ ആൺകുട്ടികളെയൊക്കെ കൊല്ല. അപ്പൊ കുറച്ച് ആൺകുട്ടികൾ ഉണ്ടായിക്കോളും, കുറച്ചാളോടൊന്നോളും, ബാക്കി ആളുകളെ കൊല്ലുകയും ചെയ്യാം. ഇങ്ങനെ തീരുമാനങ്ങൾ എടുത്തു വന്ന് കൊല്ലേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു വർഷത്തിലാണ് ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ ജനനം. ഹാറൂൻ നബി അലൈഹിസ്സലാമിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതേ അവസരത്തിൽ വധിക്കണം എന്ന് തീരുമാനം എടുത്തിട്ടുള്ള വർഷത്തിലായിരുന്നു മൂസ നബി അലൈഹിസ്സലാമിനെ ഉമ്മ ഗർഭം ധരിച്ചത്. മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം
ആ സമുദായം ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന വിഭാഗം ഏറ്റവും കൂടുതൽ പീഡനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്നും അങ്ങനെ ആവാൻ അള്ളാഹ് അനുവദിക്കൂലല്ലോ. അള്ളാഹ്ക്കൊരു തീരുമാനമുണ്ട്. ഏത് കാലത്തും കഷ്ടപ്പെടുന്നവരെന്നും കഷ്ടപ്പെടേണ്ടിയൊന്നും വരില്ല. കഷ്ടപ്പാടിനൊക്കെ ഒരു അറുതി ഉണ്ടാകും. പീഡിതരായ ജനതക്കും ഉണ്ടാകും ഒരു മോചനത്തിന്റെ നല്ല നാള്. അത് അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്തണം അള്ളാഹു ഉദ്ദേശിച്ചതാണ്. وَنُرِيدُ أَن نَّمُنَّ عَلَى الَّذِينَ اسْتُضْعِفُوا فِي الْأَرْضِ وَنَجْعَلَهُمْ أَئِمَّةً وَنَجْعَلَهُمُ الْوَارِثِينَ. ഖസസിലെ 5-ാമത്തെ വചനം. വനുരീദു അല്ലാഹു പറയാണ്, നാം ഉദ്ദേശിക്കുകയും ചെയ്യുന്നു, അന്നമുന്ന അലല്ലദീന സ്തുദിഫു ഫിൽ അർളി, നാട്ടിൽ ബലഹീനരായി ഗണിക്കപ്പെടുന്നവർക്ക് ദാക്ഷിണ്യം ചെയ്യണമെന്ന് നാം ഉദ്ദേശിക്കുന്നു. നാട്ടിൽ ഇപ്പൊ പീഡനം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുണ്ട്. അവർക്ക് അവരുടെ നേരെ ദയ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വനജഅലഹും അഇമ്മ, അവരെ നേതാക്കളാക്കണമെന്നും ഉദ്ദേശമുണ്ട്. വനജഅലഹുമുൽ വാരിസീൻ, അവരെ അനന്തരാവകാശികളാക്കുകയും ചെയ്യണമെന്നും നാം ഉദ്ദേശിക്കുന്നു. അത് അള്ളാന്റെ തീരുമാനമാണ്. എന്നും കിബിത്തികൾ ഇങ്ങനെ രാജാധികാരം കയ്യാളിയിട്ട് ബനൂ ഇസ്രായേലരെ എന്നും ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നവരാക്കാനൊന്നും അള്ളാഹ് വിചാരിച്ചിട്ടില്ല. അള്ളാഹ് അവരെ ആ പീഡിതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അള്ളാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹ് പറയാണ്, അവരെ ഇമാമുകളാക്കാൻ, നേതാക്കളാക്കാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല അനന്തരാവകാശങ്ങളും അവർക്ക് കിട്ടാവുന്ന നിലക്ക് രാജ്യത്തിന്റെയും അതുപോലെ തന്നെ സമ്പത്തിന്റെയും ഒക്കെ അനന്തരാവകാശികളാക്കി അവരെ മാറ്റാനുമൊക്കെ നാം ഉദ്ദേശിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. തീർന്നില്ല. വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. വനുമക്കിന ലഹും ഫിൽ അർളി, നാട്ടിൽ അവർക്ക് സ്വാധീനം നൽകുവാനും, ഈ ഇസ്രായേൽ മക്കൾക്ക് പീഡനം അനുഭവിക്കുന്നവർക്ക് നാട്ടിൽ സ്വാധീനം നൽകുവാനും. വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ, ഫിർഔനും ഹാമാനും, ഹാമാൻ എന്ന് പറയുന്നത് ഫറോവ എന്ന ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ ഏറ്റവും വലിയ സ്വേച്ഛാധികാരിയായ മന്ത്രിയാണ് ഹാമാൻ. ആ ഹാമാനിനും ഫറോവക്കും നാം കാണിച്ചു കൊടുക്കാനും വേണ്ടി വജുനൂദഹുമാ, അവരുടെ രണ്ടാളുടെയും സൈന്യങ്ങൾക്കും, മിൻഹും മാ കാനൂ യഹ്ദറൂൻ, തങ്ങൾ അവരിൽ നിന്ന് ഏതൊന്നിനെ കുറിച്ചാണോ പേടിക്കുന്നതെങ്കിൽ ആ കാര്യം അനുഭവത്തിൽ കാണിച്ചു കൊടുക്കാനും ഉദ്ദേശമുണ്ട്. ഫിറൗനും ഹാമാനും ഒക്കെ പേടിക്കുന്നത് ഭരണം പോകും, മറ്റൊരു ഭരണം കൈയാളുന്നൊക്കെയാണ്. അതൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുക്കാനും കൂടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുകൂടി അള്ളാഹു സൂറത്ത് ഖസസിന്റെ ആദ്യ ഭാഗത്ത് പറയാം. എന്തായിരുന്നാലും സുഹൃത്തുക്കളെ, ഒരു ഉമ്മയുടെ മനസ്സെന്തായിരിക്കും? മൂസാ അലൈഹിസ്സലാമിനെ ഗർഭം ധരിച്ച നാള് മുതൽ ഉമ്മക്ക് ആകുലതകളും വേവലാതികളും മനസ്സിൽ വന്നു. ഇനി പ്രസവിച്ച് പുറത്തു പോരുന്ന കുഞ്ഞെന്തായിരിക്കുമെന്ന ആകാംക്ഷ. ആൺകുട്ടിയാണെങ്കിൽ ഫറോവയുടെ പട്ടാളം ഒന്ന് അരിഞ്ഞു വീഴ്ത്തും. എന്തു ചെയ്യുമെന്നറിയാതെ മൂസ നബി അലൈഹിസ്സലാം, ഗർഭിണിയായ മാതാവ് പ്രയാസപ്പെട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് റബ്ബ് പിന്നീട് ആ അനുഗ്രഹം എടുത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂസാ, ഉമ്മ വിഷമിച്ചപ്പോൾ നാം ഉമ്മാക്ക് ബോധനം കൊടുത്ത കാര്യം നീ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ത്വാഹയിലെ 37 മുതൽ 39 വരെയുള്ള വചനങ്ങൾ, വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ അൻ ഖദ്ഫീഹി ഫിത്താബൂതി ഫഖദ്ഫീഹി ഫിൽ യം ഫൽയുൽഖിഹിൽ യം ബിസ്സാഹിൽ യഅഖുദുഹു അദുവ്വുൻ ലീ വഅദുവ്വുൻ ലഹു وألقيت عليك محبة مني ولتصنع على عيني ولقد مننا عليك مرة أخرى. മൂസാ നബിയോട് പിൽക്കാലത്ത് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, മൂസാ, നിന്റെ മേൽ ഞാൻ വേറെയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയാമോ? ഉമ്മാക്ക് നാം ബോധനം കൊടുത്തപ്പോൾ, ഇത് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ,
നിന്റെ മാതാവിന്, താങ്കളുടെ മാതാവിന് നാം ബോധനം കൊടുത്തു. എന്താണോ ബോധനം കൊടുക്കേണ്ടതെങ്കിൽ അത് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഗർഭിണിയായിരിക്കെ പ്രസവത്തോടെടുക്കുമ്പോ പറഞ്ഞു, പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നീ ഇട്ടേക്കണം, ഫിത്താബൂത്തി, ഒരു പെട്ടിയിൽ നിക്ഷേപിക്കണം. ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് ആ പെട്ടിയിൽ നീ കുഞ്ഞിനെ നിക്ഷേപിക്കണം. എന്നിട്ട് ഫഖ്ദിഫീഹി, ആ പെട്ടിയെ ആ കുഞ്ഞിനെയുമായി കൊണ്ട് ഫിൽ യമ്മി, സമുദ്രത്തിൽ നീ ഇട്ടേക്കണം. ഫൽയുൽഖിഹിൽ യമ്മു, എന്നിട്ട് സമുദ്രം ഇട്ടോളും. ബിസാഹിലി, കരയിലേക്ക് ഈ കുഞ്ഞിനെ, ഈ പെട്ടിയെയും കൊണ്ട് ഈ കുഞ്ഞിനെ സമുദ്രം കരയിലേക്ക് ഇട്ടുകൊള്ളും. എന്നിട്ട് യഖുദുഹു, അവനെ എടുത്തോളും. അദുവുല്ലി വഅദുവുല്ലഹു, എനിക്കും ശത്രുവാണ് ഫറോവ. അല്ലാഹ് പറയാണ് എന്റെയും ശത്രുവാണ് ഫറോവ. വഅദുവുല്ലഹു, അതേ മൂസ നബിയുടെയും ശത്രുവാകാൻ പോകുന്നവനാണല്ലോ ഫറോവ. എന്റെയും അവന്റെയും ശത്രുവായ ഒരുത്തൻ അവനെ എടുത്തോളും. വഅൽഖൈതു അലൈക മഹബ്ബതം മിന്നീ, നിന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം സ്നേഹം വിട്ടു തന്നിട്ടുണ്ട്. വലിതുസ്നഅ അലാ ഐനി, എന്റെ മേൽനോട്ടത്തിൽ, എന്റെ കൺമുമ്പിലായി കൊണ്ട് നീ വളർത്തപ്പെടുവാനും വേണ്ടി. അങ്ങനെ റബ്ബിന്റെ കാവൽ കിട്ടിയതിനെ പറ്റി അല്ലാഹു മൂസ നബിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് ഖസസിലെ തുടർന്നുള്ള ആയത്ത്, 7-ാമത്തെ ആയത്തിൽ റബ്ബ് പറയുന്നുണ്ട്, വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർദിഇ ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജഅലൂഹു മിനൽ മുർസലീൻ. വൗഹൈനാ ഇലാ ഉമ്മി മൂസാ, മൂസായുടെ ഉമ്മാക്ക് നാം ബോധനം കൊടുത്തു. മൂസാ നബിയുടെ ഉമ്മാക്ക് നാം വഹ്യ് കൊടുത്തു എന്നാണ് ഇവിടെ അർത്ഥം. വഹ്യ് കൊടുത്തു. അപ്പൊ പെണ്ണുങ്ങളിൽ വഹ്യ് കിട്ടിയ നബിമാരുണ്ടോ? വനിതാ പ്രവാചകകളുണ്ടോ? ഇല്ല, ഇല്ല. എന്നാ പിന്നെ ഇവിടെ വഹ്യ് കൊടുത്തു എന്ന് പറഞ്ഞാലോ, അത് മനസ്സിൽ തോന്നിപ്പിച്ചു. അല്ലാഹുവിങ്കൽ നിന്നുള്ള ഇൽഹാം, തോന്നിപ്പിക്കലുകൾ, ബോധനം, മനസ്സിൽ വേണ്ട രൂപത്തിൽ വേണ്ടപ്പോൾ വേണ്ടത് ചെയ്യാനുള്ള തോന്നലുണ്ടാകുന്ന ആ ബോധനം, അല്ലാതെ നബിയായി റസൂലായി നിയോഗിച്ചു എന്നല്ല. അത് ജീവികളുടെ കാര്യത്തിൽ വരെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി, അല്ലാഹു തേനീച്ചക്ക് വഹ്യ് കൊടുത്തു. അല്ലാഹു പറയാണ്, നാം തേനീച്ചക്ക് വഹ്യ് കൊടുത്തു. അനിത്തഖിദീ മിനൽ ജിബാലി, പർവ്വതങ്ങളിൽ നീ കൂടുണ്ടാക്കണം. അതുപോലെ തന്നെ പൂക്കളിൽ നീ മധു ശേഖരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെതായ പ്രകൃതി അതിന് തോന്നിപ്പിച്ചു കൊടുത്തതിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത്, പ്രയോഗിച്ചത് വഔഹൈനാ വഔഹാ റബ്ബുക ഇലൻ നഹ്ലി, നിന്റെ രക്ഷിതാവ് തേനീച്ചക്ക് ബോധനം നൽകി എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോ ഇവിടെ നബിയായി എന്നുള്ളത് കൊണ്ടല്ല, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ മനസ്സിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുത്തു. എന്താ തോന്നിപ്പിച്ചു കൊടുത്തത്? കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നീ അതിനെ മുലയൂട്ടിക്കോ, കുഞ്ഞിന് നീ പാല് കൊടുത്ത് മുലയൂട്ടിക്കോ. ഫഇദാ ഖിഫ്തി അലൈഹി, അവന്റെ കാര്യത്തിൽ നീ ഭയപ്പെട്ടാൽ ഫഅൽഖീഹി ഫിൽ യം, സമുദ്രത്തിൽ നീ അതിനെ ഇട്ടേക്കണം. അതിന്റെ വിവരണമാണ് ത്വാഹയിൽ പറഞ്ഞത്. പെട്ടി ഉണ്ടാക്കണം, ആ പെട്ടിയിൽ നിക്ഷേപിച്ച് പെട്ടി സമുദ്രത്തിൽ ഒഴുക്കണം എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് എന്താണ്? സമുദ്രത്തിൽ നീ ഇട്ടേക്കണം. പെട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അതാ ഖുർആനിന്റെ പ്രത്യേകത. ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് അതിന്റെ വ്യാഖ്യാനോ വിശദീകരണോ ഒക്കെ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞത് വേറൊരു സ്ഥലത്ത് വിശദീകരിച്ചു പറയും. നിരുപാധികം പറഞ്ഞത് വേറെ ചില സ്ഥലത്ത് സോപാധികം പറയും. എണ്ണം പറയാതെ മൊത്തത്തിൽ പറഞ്ഞത് വേറെ ചില സ്ഥലത്ത് എണ്ണം നിശ്ചയിച്ചു പറയും. അതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഖുർആൻ യുഫസ്സിറു ബഅദുഹു ബഅദാ, ഖുർആൻ അതിന്റെ ചിലതിന് തഫ്സീറാണ്. ഖുർആനിലെ ചില ആയത്തുകൾക്ക് തഫ്സീറാണ്. അതതിന്റെ അടിസ്ഥാനപരമായ ഒരു നിയമമാണ്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഏതായാലും അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയെ സമാധാനിപ്പിച്ചു. സമുദ്രത്തിൽ ഇട്ടോളണം. വലാ തഖാഫീ, നീ പേടിക്കേണ്ടതില്ല.
വലാ തഹ്സനീ, നീ ദുഃഖിക്കുകയും വേണ്ടതില്ല. ഇന്നാ റാദ്ദൂഹു ഇലൈകി, നിന്നിലേക്ക് തന്നെ അവനെ ഞാൻ മടക്കിത്തരാം. നിന്നിലേക്ക് തന്നെ അവനെ ഞാൻ മടക്കിത്തരുന്നതാണ്. വജാഇലൂഹു മിനൽ മുർസലീൻ, അദ്ദേഹത്തെ മുർസലീങ്ങളിൽപ്പെട്ടയാളായി ഞാൻ നിശ്ചയിക്കുന്നതുമാണ്. ഈ സന്തോഷം ഒരൊറ്റ ആയത്തിലെ ഒരൊറ്റ വരിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ആയത്തിലൂടെ 2 കൽപ്പന, 2 വിരോധം, 2 സന്തോഷ വാർത്ത. വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗിക്കുള്ള തെളിവാണ്. ഒരൊറ്റ ആയത്തിലാണ് എടുത്തു നോക്കിയാൽ 2 കൽപ്പന, 2 വിരോധം, നിരോധിക്കലുകൾ, 2 സന്തോഷ വാർത്ത. എന്താ 2 കൽപ്പന? കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ നീ അതിനെ മുലയൂട്ടിക്കോ, ഭയപ്പെട്ടു കഴിഞ്ഞാൽ നീ അതിനെ സമുദ്രത്തിലേക്കിട്ടോ. 2 കൽപ്പന, 2ഉം നിറവേറ്റേണ്ട കാര്യം. ഇനി അരുതെന്ന് പറഞ്ഞ 2 വിലക്കുകളുണ്ട്. വലാ തഖാഫി വലാ തഹ്സനി, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഇനി 2 സന്തോഷ വാർത്തകൾ. ഇന്നാ റാദ്ദൂഹു ഇലൈകി, അവനെ നിന്നിലേക്ക് തന്നെ നാം മടക്കിത്തരും. വജാഇലൂഹു മിനൽ മുർസലീൻ, പ്രവാചകന്മാരിൽപ്പെട്ട ആളായിട്ട് അദ്ദേഹത്തെ നിശ്ചയിക്കുകയും ചെയ്യും. 2 സന്തോഷ വാർത്ത ഒരൊറ്റ ആയത്തിൽ. 2 കൽപ്പന, 2 നിരോധം, 2 സുവിശേഷം. അത് വിശുദ്ധ ഖുർആനിന്റെ ബലാഗത്തുൽ ഖുർആനിൽ കരീം, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ മഹനീയമായ പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ സമ്പുഷ്ടതയ്ക്ക്, അതിന്റെ അലങ്കാര ഭംഗിക്ക് കൂടി തെളിവാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം എല്ലാം കൊണ്ടും എല്ലാവരെയും മുട്ടുകുത്തിക്കുന്ന ഗ്രന്ഥമാണ്. അർത്ഥത്തിലും ആശയത്തിലും ഘടനയിലും പദപ്രയോഗങ്ങളിലും ശൈലിയിലും വരെ വിശുദ്ധ ഖുർആൻ മുഅ്ജിസത്താണ്. അതുപോലൊന്ന് കൊണ്ടുവരാൻ ലോകത്ത് ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. മുഅ്ജിസത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ആ മുഅ്ജിസത്ത് അൽ കുബ്ര, ഏറ്റവും മഹനീയമായ മുഅ്ജിസത്ത്, എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്ത്. ലോകത്ത് കഴിഞ്ഞു പോയ മുഅ്ജിസത്തുകളൊക്കെയും അതാത് കാലഘട്ടങ്ങളോടുകൂടി വിട പറഞ്ഞപ്പോ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് നൽകപ്പെട്ട വൈവിധ്യമാർന്ന മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽ എന്നും ശോഭയോടെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ മുഅ്ജിസത്ത് അല്ലാഹുവിന്റെ ഗ്രന്ഥം. അതുയർത്തിയ വെല്ലുവിളിയുടെ മുമ്പിൽ ലോകത്തുള്ള മുഴുവൻ ഭാഷാ നൈപുണ്യം നേടിയ പണ്ഡിതന്മാരും വിറങ്ങലിച്ച് നിൽക്കുകയാണ്, മിണ്ടാട്ടമില്ലാതെ. അല്ലാഹു ആ ഗ്രന്ഥത്തെ പിന്തുടരുന്ന സജ്ജനങ്ങളിൽ, അതിനെ ബഹുമാനിക്കുന്ന ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശരി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമനുസരിച്ച് മൂസാ അലൈഹിസ്സലാത്തിന്റെ ഉമ്മ പെട്ടി പണിത് ആ പെട്ടിയിൽ കുഞ്ഞിനെ നിക്ഷേപിച്ച് സമുദ്രത്തിലിടുകയാണ്. ശേഷം അല്ലാഹു പറയുന്നു, فالتقطه آل فرعون ليكون لهم عدوا وحزنا إن فرعون وهامان وجنودهما كانوا خاطئين فالتقطه آل فرعون, എന്നിട്ടതാ ഫിർഔനിന്റെ ആൾക്കാർ അവനെ കണ്ടെടുക്കുകയുണ്ടായി. ഫിർഔന്റെ ആൾക്കാർ അവനെ കണ്ടെടുത്തു. ഇൽതഖത, കണ്ടെടുത്തു. ആര്? ഫിറഔൻ, ഫിറഔനിന്റെ ആൾക്കാര്. ലിയകൂന ലഹും അദുവൻ വഹസന, തങ്ങൾക്ക് ശത്രുവും വ്യസനകരവുമായി തീരുവാൻ വേണ്ടി. ഭാവിയിലുള്ളവർക്കുള്ള ശത്രുവിനെ എടുത്തിട്ടുള്ളത്, അവരുടെ ശത്രുവാകാൻ പോകുന്ന ആളാണ്. ആ കുട്ടി കാരണത്താൽ ഇവർ വ്യസനിക്കാൻ പോവുകയാണ്. ഇനി അങ്ങനത്തെ അതിനൊക്കെ നിമിത്തമാകുന്ന ആളെ തന്നെ, കുട്ടിയെ തന്നെ ഫറോവയുടെ ആളുകളുടെ കരങ്ങളാൽ കടലിൽ നിന്ന് കണ്ടെടുത്തു. അള്ളാന്റെ നിയോഗമാണ്. അവന്റെ കൊട്ടാരത്തിൽ തന്നെ വളരണം, അവന്റെ ലാളനയിൽ തന്നെ വളരണം, അവന്റെ ചെലവിൽ തന്നെ വളരണം. അത് റബ്ബിന്റെ നിയോഗമാണ്. ഫൽതഖതഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവൻ വഹസനാ ഇന്ന ഫിർഔന വഹാമാന, നിശ്ചയമായും ഫറോവയും ഹാമാനുമൊക്കെ വജുനൂദഹുമാ, അവരുടെ രണ്ടാളുടെയും സൈന്യങ്ങളും കാനൂ ഖാതിഈൻ, അവർക്ക് പിഴവ് തന്നെയാണ് സംഭവിച്ചത്. അവർക്ക് പിഴവന്നെ സംഭവിച്ചത്. കാരണം എന്താ? ആരെയാ എടുത്ത് വളർത്താൻ പോകുന്നത്? അവർക്ക് പിഴവന്നെയാണ് വരാൻ പോകുന്നത്. അവർക്ക് പിഴവന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല അതിനെ സംബന്ധിച്ച് എടുത്തു പറയാം. വാസ്തവത്തിൽ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഒഴുകി വന്ന ഈ പെട്ടി കൊട്ടാരത്തിൽ എത്തിയിട്ട് രാജ്ഞി അത് തുറന്നപ്പോൾ മനോഹരമായി
നല്ല കാണാൻ ഭംഗിയുള്ള സുമുഖനായ ഒരു കുഞ്ഞാണ് പേടകത്തിന്റെ അകത്തുള്ളത്. ആ പെട്ടി അങ്ങ് തുറന്നപ്പോ ഇസ്രായേലിലെ ആൺകുട്ടികളെ മുഴുവനും കൊല്ലാൻ ഓർഡറിട്ട ഫറോവക്ക് പോലും തോന്നിപ്പോയി, അവന് വീണ്ടും തോന്നുകയാണ് ഇതിനെയും കൊല്ലുന്നതാണ് നല്ലത്, ഇതിനെയും കൊല്ലുന്നതാണ് നല്ലത്. ഇതും ഇങ്ങനെ ഒഴുകി വന്നവർ അനാഥ കുട്ടിയാണെന്നും ധരിക്കണ്ട, നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട കിബിത്തി കുട്ടിയൊന്നും ആയിരിക്കില്ല, ഇത് ഇസ്രായേൽ മക്കളിൽപ്പെട്ടവനായിരിക്കും, അതുകൊണ്ട് അവനെയും കൊല്ലണം എന്ന് ഫിറഔൻ ഉത്തരവൊക്കെ ഇട്ടു. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് അവന്റെ തന്നെ കൊട്ടാരത്തിൽ, അവന്റെ ചെലവിൽ, അവന്റെ ലാളനയിൽ തന്നെ കുട്ടി വളരണമെന്നാണ്. ആ തീരുമാനം നടക്കണമല്ലോ. അത് അങ്ങ് പറഞ്ഞപ്പോ ഉടനെ തന്നെ ഈ ഫിറഔനിന് ഇതിനെയും കൊല്ലണമെന്ന് മോഹമുണ്ടെന്ന് സംസാരത്തിൽ നിന്ന് ബോധ്യമായപ്പോൾ ഫറോവയുടെ പെണ്ണായ രാജ്ഞി പറയുകയാണ്, വഖാലത് ഇംറഅതു ഫിർഔന ഖുറത്തു ഐനിൻ ലീ വലക് ലാ തഖ്തുലൂ അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ വഹും ലാ യശ്ഉറൂൻ. ഫറോവയുടെ ഭാര്യ പറഞ്ഞു, ഖുറത്തു ഐനിൻ ലീ വലക, ഈ കുട്ടി എനിക്കും അങ്ങേക്കും ഒരു കൺകുളിർമയായിരിക്കും, ഈ കുട്ടി എനിക്കും അങ്ങേക്കും ഒരു കൺകുളിർമയായിരിക്കും പ്രിയപ്പെട്ട ഭർത്താവേ. അതുകൊണ്ട് ലാ തഖ്തുലൂഹു, ഇവനെ നിങ്ങൾ കൊലപ്പെടുത്തരുത്, ദയവായി ഇവനെ നിങ്ങൾ കൊന്നുകളയരുത്. അസാ അൻ യൻഫഅനാ, ഇവൻ നമുക്ക് ഉപകരിച്ചേക്കാം, ഇവനെ കൊണ്ട് പിൽക്കാലത്ത് നമുക്ക് ഉപകാരം കിട്ടിയേക്കാം. ഔ നത്തഖിദഹു വലദാ, ഫറോവക്ക് മക്കളില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യ പറയുകയാണ്, അല്ലെങ്കിൽ നമുക്കിവനെ ഒരു സന്താനമായി സ്വീകരിക്കാമല്ലോ. ഔ നത്തഖിദഹു വലദാ, നമുക്കിവനെ അല്ലെങ്കിൽ ഒരു സന്താനമായി സ്വീകരിക്കാമല്ലോ. വഹും ലാ യശ്ഉറൂൻ, അവർക്കാകട്ടെ യാഥാർത്ഥ്യമുണ്ടോ അറിയുന്നു, യാഥാർത്ഥ്യം അവരിട്ട് അറിയുന്നില്ല. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നൊന്നും ഇപ്പൊ ആർക്കും അറിയില്ലല്ലോ. എന്തായിരുന്നാലും അള്ളാന്റെ തീരുമാനം അങ്ങനെയുണ്ട്. അതുകൊണ്ട് കൊല്ലാൻ ഫിറഔൻ തുനിഞ്ഞപ്പോഴും ഭാര്യ ഇടപെട്ട് തടഞ്ഞു, കൊല്ലണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജീവിക്കാൻ അവസരം കിട്ടുകയാണ് റബ്ബിന്റെ തീരുമാനപ്രകാരം. ആര്? മഹാനായ മൂസ അലൈഹിസ്സലാം. അങ്ങനെ ഈ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിന്റെ മനസ്സിന്റെ സ്ഥിതിയാണ് ഇനി അള്ളാഹ് തുടർന്നുകൊണ്ട് ഖസസിലെ 10-ാമത്തെ ആയത്തിൽ പറയുന്നത്. وأصبح فؤاد أم موسى فارغا إن كادت لتبدي به لولا أن ربطنا على قلبها لتكون من المؤمنين. ഉമ്മയുടെ മനസ്സ് എന്തായിരിക്കും? وأصبح فؤاد أم موسى, മൂസായുടെ മാതാവിന്റെ ഹൃദയം അസ്വസ്ഥത നിമിത്തം ഫാരിഗ, ശൂന്യമായി തീർന്നു. അസ്വസ്ഥപ്പെടുകയാണ്, മനസ്സിലേക്ക് മറ്റൊരു ചിന്തയും വരുന്നില്ല. അടുത്ത ദിവസം ഞാൻ പ്രസവിച്ചിട്ടുള്ള എന്റെ ചോരപ്പൈതല്, ആ കുട്ടിയെ പെട്ടകത്തിലാക്കി ഞാൻ സമുദ്രത്തിൽ ഇട്ടതാണ്. എന്റെ ചോരപ്പൈതലിന്റെ സ്ഥിതി എന്താണ്? ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ? അതോ ആരെങ്കിലും എടുത്തോ? ആരെങ്കിലും കൊന്നുകളഞ്ഞോ? അതോ കുഞ്ഞോളങ്ങളിൽ നിന്ന് മാറിയിട്ട് വലിയ ഓളങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് അത് ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയോ? ഇങ്ങനെയുള്ള 100 കൂട്ടം ചിന്താഗതികളാൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ മനസ്സ്, മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ മനസ്സ് ഇങ്ങനെ അസ്വസ്ഥത നിമിത്തം ഇങ്ങനെ ശൂന്യമായി തീർന്നു. കൂട്ടത്തിലൊരു കാര്യം പറയാണ് സുഹൃത്തുക്കളെ, ഇപ്പൊ തന്നെ ഒരു നാക്കുപഴവ് വന്നു. മൂസാ അലൈഹിസ്സലാമിന്റെ മനസ്സ് എന്നാ പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാന്റെ മനസ്സ്. ഈ അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. കുറെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിലൊന്നുണ്ടാവും, പറയുന്നത് പുറത്തേക്ക് വേറൊന്നായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ യൂനുസ് നബി അലൈഹിസ്സലാം എന്ന് പറയേണ്ട സ്ഥാനത്ത് ഒരുപാട് സ്ഥലത്ത് നൂഹ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞു എന്ന് പല ആളുകളും എന്നെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ യൂനുസ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞു എന്നുള്ള മട്ടിലാണ്. പക്ഷേ പലപ്പോഴും ഞാൻ യൂനുസ് എന്ന് പറയേണ്ടതിന് പകരം നൂഹ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഒരു നിവൃത്തിയും ഇല്ല. ടങ് സ്ലിപ്പ് എന്ന് പറയുന്ന, നാക്കുപ്പഴ എന്ന് പറയുന്ന അബദ്ധങ്ങളാണ് ഈ CD പിൽക്കാലത്ത് കേൾക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ അത് നാക്കുപ്പഴയായി കണ്ടുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം അത് തിരുത്തി കേൾക്കണം എന്നൊരപേക്ഷ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബദ്ധങ്ങളിൽ നിന്ന് മുക്തമായി സംസാരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അപ്പൊ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ മനസ്സ് വല്ലാത്ത വിഷമം കൊണ്ട് കൊടുമ്പിരിക്കൊള്ളുകയാണ്. എത്രത്തോളം അല്ലാഹു പറയുന്നു, ഇൻ കാദത് ലതുബ്ദീ ബിഹി ലൗലാ അർബത്നാ അലാ ഖൽബിഹാ. അവളുടെ മനസ്സിന് നാം ദാർഢ്യത നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹ് മനസ്സിന് നല്ല കരുത്ത് കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹ് പറയാണ്, നാം അവരുടെ മനസ്സിന് നല്ല കെട്ടുറപ്പ് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, നിശ്ചയമായും അവരാ രഹസ്യം വെളിപ്പെടുത്തിയേക്കുമായിരുന്നു. സ്വാഭാവികമായിട്ടും എന്താണ്ടാവുക? ബേജാറ് തുടങ്ങിയാൽ പുറത്തൊക്കെ അന്വേഷിക്കും, ഒരു കുട്ടിനെ കണ്ടോ, ഒരു കുട്ടി പെട്ടി ഒഴുകി പോണത് കണ്ടോ, ഒരു കുട്ടി ആർക്കെങ്കിലും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു നടക്കൂലേ വെപ്രാളം കൊണ്ട്. അപ്പൊ മനസ്സിലാവൂലേ ഒരു കുട്ടിനെ ഇട്ടിട്ടുണ്ട്, ആ കുട്ടി ആൺകുട്ടിയാണ്, ആളുകൾ എടുത്ത് കൊല്ലൂലേ. ആ രഹസ്യം അവര് തന്നെ വെളിവാക്കുമായിരുന്നു, ബേജാറ് കൊണ്ട് നാട്ടിലൊക്കെ പറഞ്ഞു നടക്കുമായിരുന്നു. പക്ഷേ അല്ലാഹ് പറയുകയാണ്, ആ ഖൽബിന് നാം നല്ല ഉറപ്പ് കൊടുത്തു. ലൗലാ അർബത്നാ അലാ ഖൽബിഹാ, അവരുടെ ഹൃദയത്തിന് നാം ദാർഢ്യത നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായും അവരാ രഹസ്യം വെളിപ്പെടുത്തുക തന്നെ ചെയ്യുമായിരുന്നു. ലിതകൂന മിനൽ മുഅ്മിനീൻ, അവൾ വിശ്വസിക്കുന്നവരിൽപ്പെട്ടവളാകുവാൻ വേണ്ടിയാണ് നാം അങ്ങനെ ചെയ്തത്. അവർക്ക് നല്ല ഈമാൻ കൊടുത്തു. അല്ലാഹ് പറഞ്ഞതിൽ നല്ല ഈമാൻ ഉണ്ടായി. അതുകൊണ്ട് അയ്മലാവര് പിടിച്ചു നിന്നത്. റബ്ബ് പറഞ്ഞാൽ അത് തെറ്റൂല, റബ്ബാണ് എന്റെ മനസ്സിൽ അത് തോന്നിപ്പിച്ചത് എന്ന നല്ല ഉറപ്പ് അവർക്കുണ്ടായി. അതുകൊണ്ട് അവരുടെ ഈമാൻ ഭദ്രമായി നിലനിർത്തി റബ്ബ് ആ ഹൃദയത്തിന് നല്ല കെട്ടുറപ്പ് കൊടുത്തു. തൗഹീദുള്ളവർക്ക് കെട്ടുറപ്പ് കൊടുക്കും, അല്ലാഹുവിൽ ഈമാനുള്ളവർക്ക് നല്ല കെട്ടുറപ്പ് കൊടുക്കുമെന്ന് സൂറത്തുൽ കഹ്ഫിലും അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹാ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അൽ-കഹ്ഫുകാരുടെ ചരിത്രത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഒരു നാട് മുഴുവനും ശിർക്കിന്റെ പ്രചാരകരും പ്രബോധകരുമായപ്പോ ഞങ്ങൾ ഞങ്ങളുടെ ആകാശഭൂമികളുടെ മുഴുവനും രക്ഷിതാവായ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ചെറുപ്പക്കാർ ഉയർന്നു പ്രവർത്തിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾക്ക് നാം നല്ല ദാർഢ്യത കൊടുത്തു. മനസ്സമാധാനം തൗഹീദ് കൊണ്ടാ കിട്ടുക, ശിർക്ക് കൊണ്ട് സമാധാനം ഉണ്ടാവില്ല. അത് പഠിച്ചു വെക്കണം നമ്മൾ. ഈമാൻ ഉണ്ടെങ്കിൽ ആ സമാധാനം ഉണ്ടാവുക. ഈമാൻ ഇല്ലാത്തവന്റെ ഹൃദയം പെട്ടെന്ന് പതറിപ്പോ. ഈമാനുള്ളവർ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കും. അല്ലാഹ് കെട്ടിട്ട ഹൃദയമാണത്, അല്ലാഹ് ദാർഢ്യത കൊടുത്ത ഹൃദയമാണത്, അത് കുലുങ്ങൂല. അതേവസരത്തിൽ ശൈത്താന്റെ വളനിലമായ ഹൃദയത്തിൽ കുലുക്കമുണ്ടാകും. നേരിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അവൻ ആത്മഹത്യ ചെയ്തേക്കും. അവന് ചിന്തയുണ്ടാവില്ല, ഓർമ്മയുണ്ടാവില്ല. അതേ അവസരത്തിൽ ഈമാനുള്ള മനുഷ്യന്മാർ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയിൽ അവരുടെ മനസ്സുകളെ ബന്ധിച്ച് നിലനിർത്തും. അതുകൊണ്ടാണ് അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, മുഅ്മിനീങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് അടക്കവും ഒതുക്കവും കൊടുക്കാറുള്ളത് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ്. അലാ, അതിനാൽ അറിയണേ, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ അടങ്ങുകയുള്ളൂ. അള്ളാഹുവിനെ യഥാവിധി ഓർക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു തആല നല്ല ഈമാൻ കൊടുത്തു, ഹൃദയത്തിന് നല്ല കെട്ടുറപ്പ് കൊടുത്തതുകൊണ്ട് മൂസാ അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ മനസ്സിന് നല്ല ഭദ്രത കിട്ടി. എന്നിട്ട് അവരതാ അതിൽ അടിയുറപ്പിച്ച് നിലകൊണ്ടതിന്റെ ശേഷം മൂസാ അലൈഹിസ്സലാമിന്റെ ഒരു സഹോദരിയുണ്ട്, മൂത്ത ഇത്താത്ത. ആ മൂത്ത ഇത്താത്തയെ വിളിച്ചുകൊണ്ട് മൂസാ നബിയുടെ ഉമ്മ പറഞ്ഞു, വഖാലത് ലി ഉഖ്തിഹി ഖുസ്സി ഫബസറത് ബിഹി അൻ ജുനുബിൻ വഹും ലാ യശ്ഉറൂൻ. മാതാവ് തന്റെ സഹോദരിയോട്, വഖാലത്ത്, ആ ഉമ്മ പറഞ്ഞു, ലി ഉഖ്തിഹി, മൂസയുടെ സഹോദരിയോട്, മൂത്ത ഇത്താത്തയോട് പറഞ്ഞു, ഖുസ്സി, നീ അവന്റെ പിന്നാലെ പോയി അന്വേഷിക്കണേ. നമ്മൾ സമുദ്രത്തിൽ ഈ കുട്ടിയെ ഇട്ടതല്ലേ,
ഒന്ന് നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് പതുക്കെ ആരാരും അറിയാതെ എവിടെയെങ്കിലും വല്ല ചലനങ്ങളും, എവിടെയെങ്കിലും വല്ല സംസാരങ്ങളും, എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കുഞ്ഞിനെ പറ്റിയുള്ള അടക്കം പറച്ചിലുകളും വല്ലതും കേൾക്കുന്നുണ്ടോ, ഒന്ന് പിന്നാലെ ചെന്ന് അന്വേഷിക്കണേ എന്ന് പറഞ്ഞു മൂസാ അലൈഹിസ്സലാമിന്റെ മൂത്ത സഹോദരിയെ പറഞ്ഞേക്കുകയാണ്. എന്നിട്ടവൾ അവനെ പറ്റി അകലെ നിന്ന് കണ്ടു മനസ്സിലാക്കുന്നു. സഹോദരി മൂസാ അലൈഹിസ്സലാമിന്റെ സഹോദരി ഇറങ്ങി അന്വേഷണം തുടങ്ങിയപ്പോ ദൂരെ നിന്ന് അവരൊരു കുട്ടിയുടെ കാര്യം സംസാരിക്കുന്നതും കുട്ടിക്ക് ചുറ്റും ഇങ്ങനെ ആളുകൾ വട്ടം കൂടി നിൽക്കുന്നതും ഒക്കെ കാണും. ആ കുട്ടിയെ അവൾ കാണുകയാണ്. ജുനുബിൻ ദൂരെ നിന്ന് കാണുകയാണ്. അവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് കുഞ്ഞിന്റെ ഇത്താത്തയാണെന്ന്, ഈ കുട്ടിയുടെ ബന്ധപ്പെട്ടയാളാണെന്ന് അവരാരും അറിഞ്ഞതുമില്ല. പക്ഷേ ഈ സഹോദരിക്ക് മനസ്സിലായി. അങ്ങനെ അങ്ങോട്ടടുത്ത് ചെന്ന് നോക്കുമ്പോ ഈ കൈക്കുഞ്ഞിനെ കിട്ടിയതല്ലേ, ചോരപ്പൈതലിനെ കിട്ടിയതല്ലേ. ഈ ചോരപ്പൈതൽ ഇങ്ങനെ ദാഹിച്ച് നിലവിളിക്കുകയാണ്. അതിന് മുലയൂട്ടാൻ വേണ്ടി അമ്മമാര് പലരും ശ്രമിക്കുന്നുണ്ട്, കൊട്ടാരത്തിലുള്ള പലരും ശ്രമിക്കുന്നുണ്ട്, നാട്ടിലുള്ള പലരും ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞിനൊന്ന് മുല കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ അല്ലാഹ് പറയുകയാണ്, വഹറംനാ അലൈഹിൽ മറാദിയ മിൻ ഖബൽ فقالت هل أدلكم على أهل بيت يكفلونه لكم وهم له ناصحون وحرمنا عليه المراضي من قبل. ആ സഹോദരി വരുന്നതിന്റെ മുമ്പേ തന്നെ മുല കൊടുക്കുന്ന സ്ത്രീകളെ നാം അവന് വിരോധിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹ് പറയാണ് വഹറംനാ, അതൊരു അത്ഭുതമാണ്. അത് അല്ലാഹ് കൊടുക്കുന്ന ഒരു പ്രത്യേക കാവലാണ്. വഹറംനാ, നാം തടഞ്ഞു വെച്ചു. അല്ലാഹ് പറയും അലൈഹി, ആ കുഞ്ഞിന്റെ മേൽ നാം തടഞ്ഞു വെച്ചു. അൽ മറാദിയ, മുലയൂട്ടുന്ന അമ്മമാരെ പലരും ശ്രമിച്ചു നോക്കി, കുട്ടി മുല കുടിക്കുന്നില്ല, കുട്ടി മുല കുടിക്കാൻ തയ്യാറാകുന്നില്ല. മിൻ ഖബൽ, സഹോദരി അവിടെ എത്തുന്നതിന്റെ മുമ്പ് പലരും കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട് ഈ കുഞ്ഞിനൊന്ന് മുല കൊടുക്കാൻ. അല്ലാഹു പറയാണ് അത് നടന്നില്ല. ആ സമയത്താണ് ഈ സഹോദരി കയറി ചെല്ലുന്നത്. ആ അവസരം ശരിക്കും മുതലെടുത്തുകൊണ്ട് വളരെ തന്ത്രപരമായി ഈ സഹോദരി പറയുകയാണ്. ഫഖാലത്ത്, ഈ സഹോദരി അപ്പോൾ പറഞ്ഞു, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ അഹ്ലി ബൈത്തിൻ, ഒരു വീട്ടുകാരെ കുറിച്ച്. ഒരു വീട്ടുകാരുണ്ട്, എന്റെ അറിവിൽപ്പെട്ട ഒരു വീട്ടുകാരുണ്ട്. ആ വീട്ടുകാർ യക്ഫുലൂനഹു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഈ കുട്ടിയുടെ കഫാലത്ത് ഏറ്റെടുത്തോളും. അവരുടെ കുട്ടിയായതുകൊണ്ടല്ല, വാചകം വളരെ സൂക്ഷിച്ചാ പ്രയോഗിക്കുന്നത്. യക്ഫുലൂനഹു, ഈ കുഞ്ഞിനെ അവരെ കഫാലത്ത് ഏറ്റെടുക്കും, ഈ കുഞ്ഞിനെ അവര് സംരക്ഷിച്ചോളും. ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഈ കുട്ടിയുടെ കഫാലത്ത് അവരേറ്റെടുത്തോളും. വഹും ലഹു നാസിഹൂൻ, അവര് നല്ല ഗുണകാംക്ഷയുള്ള ഒരു കുടുംബമാണ്, നല്ല കൂട്ടരാണ്, നല്ല വിനയമുള്ളവരാണ്, നല്ല എല്ലാവർക്കും ഗുണം വരണേ എന്ന് മാത്രം മോഹിക്കുന്ന കക്ഷികളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് എല്ലാ അർത്ഥത്തിലും പരിശ്രമിച്ചിട്ടും കുഞ്ഞു മുല കൊടുക്കാൻ തയ്യാറാകാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് ഈ സഹോദരി അങ്ങ് പറഞ്ഞപ്പോൾ ആ തീരുമാനം എല്ലാവർക്കും അംഗീകാരമായി, എല്ലാവരും ഇഷ്ടപ്പെട്ടു. അതോടുകൂടെ ഈ കുട്ടിയെ മാതാവിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ്. അള്ളാന്റെ ഓഫറാണെന്ത്, ഇന്നാ റാദ്ദൂഹു ഇലൈക്കി, നിന്നിലേക്ക് നാം അവനെ മടക്കിത്തരാം, നിന്നിലേക്ക് നാം അവനെ മടക്കിത്തരാം എന്ന റബ്ബിന്റെ ഓഫർ നടക്കുകയാണ്. ആ നിർദ്ദേശം അംഗീകരിക്കപ്പെടുകയാണ്. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ. അങ്ങനെ അവന്റെ മാതാവിന്റെ കൺകുളിർക്കുകയും അവൾ വ്യസനിക്കാതിരിക്കുകയും ചെയ്യുവാൻ വേണ്ടിയും അല്ലാഹുവിന്റെ വാഗ്ദാനം യഥാർത്ഥം തന്നെയാണെന്ന് അവൾ അറിയേണ്ടതിനായും വേണ്ടി അവനെ നാം അവൾക്ക് തിരികെ കൊടുത്തു. മൂസാ അലൈഹിസ്സലാമിന് ഉമ്മാക്ക് തിരിച്ചു കൊടുത്തു. എന്തിനാ അള്ളാഹ് തിരിച്ചു കൊടുത്തത്? മൂന്ന് കാരണങ്ങൾ പറഞ്ഞു. കൈ തഖറ ഐനുഹാ, അവളുടെ കൺകുളിർക്കട്ടെ.
മരിച്ചു, നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ കിട്ടിയല്ലോ, കൺകുളിർമയുണ്ടാകാൻ വേണ്ടി, വലാ തഹ്സന, അവര് ദുഃഖിക്കാതിരിക്കാനും വേണ്ടി, വ്യസനിക്കാതിരിക്കാനും വേണ്ടി, വലിതഅലമ, അവർക്ക് മനസ്സിലാക്കാനും കൂടിയാണ്, അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയം അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് യഥാർത്ഥമായി സംഭവിക്കും. അല്ലാഹു പറഞ്ഞതാണല്ലോ, ഇന്നാ റദ്ദൂഹു ഇലൈകി, നിന്നിലേക്ക് നാം മടക്കിത്തരാമെന്ന്. ആ ഓഫർ അത് യഥാർത്ഥമാണെന്ന് മനസ്സിലാകാൻ. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, എങ്കിലും അവരിൽ അധികം ആളുകളും അറിയുമായിരുന്നില്ല. കണ്ടോ, ഇത് പറഞ്ഞത് ഒരു പ്രത്യേകമായ ആശയം നമ്മെ പഠിപ്പിക്കാനാണ്. അള്ളാഹു ഇവിടെ എന്താ പറഞ്ഞത്? മൂസാ അലൈഹിസ്സലാമിനെ ഉമ്മയിലേക്ക് തിരികെ നാം കൊടുത്തു, അവർക്ക് കൺകുളിർമുണ്ടാവാൻ, അവരുടെ മനോവേദനയും വ്യസനമൊക്കെ പോവാൻ, അള്ളാന്റെ വാഗ്ദത്തം സത്യാണെന്ന് അവർക്ക് ബോധ്യമാവാനും അറിയാൻ എന്ന് പറഞ്ഞിട്ടല്ല പറയണു വലാകിന്ന അക്സറഹും. പക്ഷെ ജനങ്ങളിൽ അധികം ആൾക്കാർക്കും ഈ വിവരമില്ല, ഈ വിവരം അധികം ആളുകളും അറിയുന്നവരല്ല. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? സൃഷ്ടികളായ നമ്മൾ ദുർബലരാണ്. സൃഷ്ടികളായ നമുക്ക് അറിയുകയോ നമ്മൾക്ക് അറിയുകയോ അനുമാനിക്കാൻ പോലും ചെയ്യാത്ത മാർഗങ്ങളിൽ കൂടി അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ നടപ്പിൽ വരുത്തും. നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മാർഗത്തിലൂടെ ആയിരിക്കും ഒരുപക്ഷേ അള്ളാഹ് നമ്മെ ഇടങ്ങേറുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അള്ളാഹ് നമ്മെ ഇടങ്ങേറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് നമ്മൾ ചിന്തിക്കാത്തയും അനുമാനിക്കാത്തയും മാർഗത്തിലൂടെയായിരിക്കും. അതങ്ങ് നടപ്പിൽ വന്ന് കഴിയുമ്പോഴേ ദുർബലനായ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് നടന്നു കാണുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് മാത്രം. അത് നമുക്കൊരു വല്ലാത്തൊരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ്. ഏതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടില്ലേ, വഅസാ അൻ തക്റഹൂ ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ ചില കാര്യങ്ങൾ വെറുക്കുന്നു, ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കത് കാരണമായിട്ട് വ്യസനം തോന്നുന്നു, ബേജാറ് തോന്നുന്നു, വെപ്രാളം തോന്നുന്നു, സങ്കടം തോന്നുന്നു, ദുഃഖം തോന്നുന്നു. പക്ഷേ വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഭാവിയിൽ ഖൈറായിരിക്കും. നിങ്ങൾക്കറിയില്ല, ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിനാണ് അറിയുക. ഇവിടെ അതാണ് സംഭവിച്ചത്. പണ്ഡിതന്മാരത് വ്യാഖ്യാനിച്ചപ്പോ പറഞ്ഞു, കരിഹത്ത് അൻ തളഅഹു ഫി താബൂത്തി, കുട്ടിനെ പെട്ടിയിൽ വെക്കാൻ പറഞ്ഞപ്പോ അവർക്കൊരു വിഷമുണ്ടായിരുന്നു. കുട്ടിയെ പെട്ടിയിൽ വെക്കാൻ പറഞ്ഞപ്പോ മനസ്സിൽക്കതൊരു വല്ലാത്ത ബേജാറും വിഷമം ഉണ്ടായിരുന്നു. വകരിഹത്ത് വിലാദത മൂസാ, മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനനം, ആൺകുട്ടി ജനിച്ചു എന്നതും അവർക്ക് വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ആ എല്ലാ വിഷമങ്ങളെയും തീർക്കുന്ന നിലക്ക് നിങ്ങൾ പോലും അറിയാത്ത മാർഗത്തിലൂടെ ഖൈർ വന്നു കിട്ടിയില്ലേ? മൂസ നബി അലൈഹിസ്സലാമിനെ ആരാണോ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച കുടുംബമെങ്കിൽ അവരുടെ കൈകൾ കൊണ്ട് തന്നെ എടുത്ത് വളർത്തിയുണ്ടാക്കുന്ന, വിശ്വസിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ കാര്യം അള്ളാഹു യാഥാർത്ഥ്യമാക്കി തന്നില്ലേ? മനുഷ്യർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊരു പിടിപാടുമില്ലാത്തത് കൊണ്ട് ഇപ്പൊ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ബേജാറും വെപ്രാളവും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ റബ്ബിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെതിരെ ഒന്നും സംസാരിക്കാതെ ക്ഷമ പാലിച്ചാൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. ആര് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ, ഏത് പ്രയാസങ്ങളിൽ നിന്നും ഒരു എക്സിറ്റ്, ഒരു പുറത്തു കടക്കാനുള്ള വഴി റബ്ബ് അവന് കൊടുക്കാതിരിക്കൂല. വയർസുഖുഹു, അവന് റബ്ബ് കൊടുത്തോളും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കുകയോ അനുമാനിക്കുകയോ പോലും ചെയ്യാത്ത മാർഗത്തിലൂടെ റബ്ബ് അവൻ ഇങ്ങനെ കൊടുക്കും വിഭവങ്ങള്. അതുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കുന്നവർക്കാണ് ഇത് ലഭിക്കുന്നത്. വമൻ യതവക്കൽ അലല്ലാഹ്, ആര് അല്ലാഹുവേ നിന്നിലാണ് ഞാൻ വരമേൽപ്പിക്കുന്നതെന്ന നിലക്ക്, നീ വിധിച്ചതെല്ലാം എനിക്ക് ഖൈറാണെന്ന നിലക്ക് മനസ്സിന് നല്ല സമാധാനം കൊടുത്തുകൊണ്ട് അവനിൽ തവക്കുലാക്കാൻ തയ്യാറായാൽ
ഫഹുവ ഹസ്ബുഹു, അവൻ അത് മതി, അല്ലാഹ് അവന് മതിയായവനാണ്. റബ്ബ് അവന്റെ കാര്യങ്ങളൊക്കെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക തന്നെ ചെയ്യും. അതിന് റബ്ബിലേക്ക് മാത്രം നീ കൈനീട്ടി അവനിലേക്ക് മാത്രം നിന്റെ പ്രതീക്ഷകൾ സമർപ്പിച്ച് അവനിൽ മാത്രം നിന്റെ കാര്യങ്ങൾ നീ വരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കോ. ഇതല്ലേ അല്ലാഹ് പറഞ്ഞത്, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ മുഴുവനും അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കട്ടെ. അതിന് നമുക്ക് കഴിയണം. അതൊരു വല്ലാത്ത ഫളലാണ്. ആ ഫളല് നൽകി അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോഴേ നല്ല ഉറച്ച തവക്കുലുണ്ടെങ്കിലേ പതറൂല, അല്ലെങ്കിൽ പതറിപ്പോകും, അല്ലെങ്കിൽ നാവ് കൊണ്ട് പലതും വിളിച്ചു പറയും, കൈകൾ കൊണ്ട് പലതും പ്രവർത്തിച്ചു പോകും, അപകടങ്ങളിലേക്ക് എടുത്തു ചാടും, എല്ലാം സംഭവിച്ചേക്കും. പക്ഷെ ഈമാനുള്ള ആളുകൾ അതിലൊക്കെ അല്ലാഹ് എനിക്ക് നീ എന്ത് വിരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ എനിക്കത് ചെറാനും തോന്നുന്നുണ്ടെങ്കിലും അതെനിക്ക് ഹൈറാണോ നീയല്ലേ തീരുമാനിക്കുന്നത്, ഞാൻ അതിൽ തൃപ്തിപ്പെടുന്നു എന്നാണ്. അതിനുള്ളൊരു കരുത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അതൊരു വല്ലാത്ത നിഅമത്താണ്. അപ്പോ ഇവിടെ മൂസാ അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് കിട്ടിയ അനുഗ്രഹം എടുത്ത് പറഞ്ഞപ്പോ പറയാണ്, അധികം ആൾക്കാരും പക്ഷെ ഇതൊക്കെ സംഗതി നടന്നിട്ടേ മനസ്സിലാകുന്നുള്ളൂ, അധികം ആൾക്കാർക്ക് ഇതൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ എത്ര കാലം ആ കൊട്ടാരത്തിൽ ഫറോവയുടെ ചെലവിൽ മൂസാ അലൈഹിസ്സലാം താമസിച്ചു എന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും ഇവിടെ ഉമ്മാക്ക് കിട്ടിയ സന്തോഷത്തിന് അതിരുണ്ടോ? കാരണം മുലയൂട്ടാൻ വേണ്ടി കൊട്ടാരത്തിന്റെ ചെലവിൽ കൊട്ടാരത്തിലുള്ള കുഞ്ഞിനെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. വാസ്തവത്തിൽ അവിടെ രണ്ട് ഭാഗ്യമാണ് നാട്ടിൽ അറിയപ്പെടുന്നത് മൂസായുടെ ഉമ്മ എന്ന്. ആളുകളൊക്കെ വിളിക്കുമ്പോ എല്ലാ അർത്ഥത്തിലും ഉമ്മ തന്നെയാണ്, പെറ്റുമ്മയുമാണ്, പോറ്റുമ്മയുമാണ്, രണ്ടർത്ഥത്തിലും ഉമ്മ തന്നെയാണ്. മാത്രമല്ല കൊട്ടാരത്തിൽ നിന്ന് വമ്പിച്ച പ്രതിഫലവും വിഭവങ്ങളുമൊക്കെ അവരുടെ കുഞ്ഞിനെ വളർത്തുന്ന വീട്ടിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. എല്ലാം കൊണ്ടും അനുഗ്രഹത്തിന്റെ വക്കിലായി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ. അങ്ങനെ എത്ര കാലം പിന്നീട് ആ മുലയൂട്ടൽ കാലം കഴിഞ്ഞപ്പോ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പിന്നീട് എത്ര കാലം കൊട്ടാരത്തിൽ വളർന്നു എന്ന് വിശുദ്ധ ഖുർആൻ അതിന്റെ കൊല്ലം പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് എത്രയോ കാലം അവിടെ താമസിച്ചിട്ടുണ്ട് എന്ന് ഫിർഔൻ തന്നെ മൂസാ നബിയോട് പറയുന്ന വാക്കിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. സൂറത്തു ശുഅറായിലെ 18ാമത്തെ ആയത്ത്. മൂസാ അലൈഹിസ്സലാം നബിയായതിന്റെ ശേഷം ഫിറൗന്റെ കൊട്ടാരത്തിൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ഫിറൗൻ ചോദിക്കുന്നുണ്ട്, ഇജ്ജ് ഇതൊക്കെ പറയാൻ മാത്രം ആയോ, നീ ഇതൊക്കെ എന്നോട് പറയാൻ മാത്രം ആയോ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാരണം ഫിറൗൻ അന്ന് മൂസാ നബിയോട് പറഞ്ഞതിൽ ഒരു വാചകമുണ്ട്, അലം നുറബ്ബിക ഫീനാ വലീദാ വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞായിട്ടല്ലേ വളർത്തപ്പെട്ടത്, ഒരു ശിശുവായിരിക്കെ ഞങ്ങളുടെ ചെലവിലല്ലേ നീ ഇങ്ങനെ വളർത്തപ്പെട്ടത്, നിന്നെ പരിപാലിക്കപ്പെട്ടത്. വലബിസ്ത ഫീനാ, നീ ഞങ്ങളിൽ താമസിച്ചു കഴിഞ്ഞു പോയവനല്ലേ, മിൻ ഉംരിക, നിന്റെ ആയുഷ്കാലത്തിൽ നിന്ന് സിനീൻ, ധാരാളം കൊല്ലങ്ങൾ. കൊല്ലങ്ങളോളം നീ നമ്മളെ ചെലവിക്കഴിഞ്ഞ ആളല്ലേ, ഇനിയിപ്പോ നീ വന്നിട്ട് ഇപ്പൊ ഇതൊക്കെ പറയാനായോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ എന്ന് തന്നെ മനസ്സിലാക്കാൻ കുറെ കൊല്ലം അവിടെ താമസിച്ചിട്ടുണ്ട്. മിനിമം 18 കൊല്ലം മുതൽ 30 കൊല്ലം വരെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അഅലം. എന്തായിരുന്നാലും കുറെ കാലം അവിടെ താമസിച്ചിട്ടുണ്ട്, കുറെ കാലം താമസിച്ചിട്ടുണ്ട്. വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമാ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. അദ്ദേഹത്തിന് നല്ല ശാരീരികമായി നല്ല കരുത്ത് തികഞ്ഞപ്പോൾ, ബദനിന് ബോഡിക്ക് നല്ല ഖുവത്തൊക്കെ വന്നപ്പോൾ, ആതൈനാഹു, നാം അദ്ദേഹത്തിന് കൊടുത്തോ, നൽകി, ഹുക്മൻ വഇൽമാ, വിധിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ മറ്റുള്ള അറിവുകളും അദ്ദേഹത്തിന് നാം കൊടുത്തു. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, സുകൃതവാന്മാരായ ആളുകൾക്ക് ഇപ്രകാരമാണ് നാം പ്രതിഫലം കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മൂസാ അലൈഹിസ്സലാം അവിടെ കൊട്ടാരത്തിൽ വളർന്നിട്ട് നല്ല തടിമുടുക്കും പ്രായമൊക്കെ ആയ സമയത്ത് നുബുവത്ത് കിട്ടിയിട്ടില്ല. അവിടുന്നൊക്കെ പിന്നെ പോയി മദീനയിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേ നുബുവത്ത് കിട്ടുന്നുള്ളൂ. പിന്നെ ഇവിടെ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ആതൈനാഹു, അദ്ദേഹത്തിന് നാം ഹുക്മും ഇൽമും ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് എന്ന താബിഈ അതിന് വിശദീകരണം കൊടുക്കുന്നു, അൽ ഫിഖ്ഹു വൽ അഖ്ലു വൽ അമലു ഖബ്ല അൻ-നുബുവ, നുബുവത്തിന്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള നല്ല കൂർമ്മ ബുദ്ധിയും കാര്യഗ്രഹണ ശേഷിയും പ്രവർത്തിക്കാനുള്ള കരുത്തും അദ്ദേഹത്തിന് കൊടുത്തു.
അതുപോലെ തന്നെ ഇമാം ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് വഫിഖ്ഹൻ ഫീ ദീനിഹി വദീനി ആബാഇഹി. അദ്ദേഹത്തിന്റെ പൂർവികരായ പിതാക്കളുടെ ദീനിൽ നല്ല അവഗാഹം കൊടുത്തു. അദ്ദേഹം ഏത് ദീനിലാണ് നിലനിൽക്കുന്നത്? തന്റെ പൂർവികരായ യൂസുഫ് നബിയുടെ, യാക്കൂബ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ ഒക്കെ ദീനിലാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. ആ ദീനിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു, അത് കൊടുത്തു. വഇൽമൻ ബിമാ ഫീ ദീനിഹി വശറാഇഇഹി വഹുദൂദിഹി. ആ ദീനിലേക്ക് ആവശ്യമായ നിയമങ്ങളും തത്വങ്ങളും അതിൻ്റെതായ സിദ്ധാന്തങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നാം കൊടുത്തു. അതല്ലാതെ നുബുവത്ത് കൊടുത്തു എന്ന അർത്ഥത്തിലല്ല. ഇനി വേറെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ എന്ന നിലക്കുള്ള അറിവും വിധികൃത്വവും തന്നെയാണ് ഉദ്ദേശം. അത് ഇപ്പൊ കൊടുത്തു എന്നതല്ല, ഭാവിയിൽ കൊടുക്കാനിരിക്കുന്നതിനെ പറ്റിയാണ് ഉദ്ദേശിച്ചത് എന്നഭിപ്രായപ്പെട്ട ആളുകളും ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ആ വിഷയത്തിലുണ്ട്. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആദരവും ബഹുമാനവും കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ മറ്റൊരു വഴിത്തിരിവിലേക്കാണ്. അദ്ദേഹം അവിടെ വസിച്ച് അവിടെ ഈജിപ്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈജിപ്തിലുള്ള ഒരു പട്ടണത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും ആ പട്ടണത്തിൽ വെച്ച് നടന്ന ഒരു സംഭവം ഒരു വഴിത്തിരിവിന് കാരണമായി തീരുകയും ചെയ്യുന്ന ചരിത്ര യാഥാർത്ഥ്യത്തിലേക്കാണ് അല്ലാഹു സൂറത്തുൽ ഖസസിന്റെ 14 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചത്. 15ാമത്തെ ആയത്തിലൂടെ ഇനി ആ ഭാഗത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ സംഭവബഹുലമായ ചരിത്രങ്ങളിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന ഗുണപാഠങ്ങളെ ശരിക്കും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ആ മഹാരഥന്മാരുടെ കാണിച്ചതെന്ന സൽപാന്താവിലേക്ക് നീക്കുവാൻ, അതിലേക്ക് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ.